വലതുവശത്ത് ഇയർ ബാലൻസിന്റെ കല്ലുകൾ തെറ്റിയ ആളുകൾക്കുള്ള നിർദ്ദേശങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വലതുവശത്താണ് നമ്മളുടെ പ്രോബ്ലം ഉള്ളത്. അത് കാരണം തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇനിയെല്ലാം 3 ആഴ്ചത്തേക്ക് ഇടതുവശത്തേക്കായിരിക്കണം. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുമ്പം ആദ്യം ഇതുപോലെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം വളരെ സാവകാശം ഇതുപോലെ ചെരിഞ്ഞ് കിടക്കുക. ചെരിഞ്ഞ് കിടന്ന് 5 വരെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5. അതിനുശേഷം പതുക്കെ മലർന്ന് കിടക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം മലർന്ന് കിടന്ന് ഇതുപോലെ കിടക്കാം. അപ്പോഴും നമ്മൾ വലതുവശത്തേക്ക് ചെരിയാൻ പാടില്ല. ഇനി എണീക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇടതുവശത്തേക്ക് സാവകാശം ചെരിയുക. 5 വരെ കൗണ്ട് ചെയ്യുക. അതിനുശേഷം സാവകാശം എണീറ്റ് ഇരിക്കുക. 5 വരെ കൗണ്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എണീറ്റ് നിൽക്കാം. അതിനുശേഷം സാധാരണ പോലെ തന്നെ രോഗിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, തല ഇതുപോലെ കുനിയുന്ന ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. തല ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പം എന്തെങ്കിലും നമുക്ക് താഴെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ വേണം എടുക്കേണ്ടത്. അപ്പം അലക്കുക, തുടക്കുക, അടിച്ചു വാരുക എന്ന ജോലികളൊക്കെ 3 ആഴ്ചത്തേക്ക് നിയന്ത്രിക്കണം. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഷവറിൽ കുളിക്കുക. കുമ്പിട്ട് ഇതുപോലെ കോരി കുളിക്കാൻ പാടില്ല. 4ാമത്തെ നിർദ്ദേശം, നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തല ഇതുപോലെ ഇങ്ങനെ വേണം സുജൂദിലേക്കും റുക്കൂവിലേക്കും പോകാൻ. നമ്മൾ തല ഇങ്ങനെ പോകാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങൾ 3 ആഴ്ചത്തേക്ക് പാലിക്കണം. ഇത് ഇയർ ബാലൻസ് കല്ല് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ കല്ല് വീണ്ടും തെറ്റി അസുഖം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 3 ആഴ്ചകളിൽ 50% ആളുകൾക്ക് ഈ കല്ലുകൾ ഡിസ്പ്ലേസ് ചെയ്യാനും വീണ്ടും തലകറക്കം വരാനും സാധ്യതയുണ്ട്.